ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഇത് നമ്മുടെ പാഷൻ പ്രോയാണ് വണ്ടി. അത് വണ്ടി ടെസ്റ്റ് വർക്ക് വിത്ത് പെയിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് അയച്ചതാണ്. അപ്പോൾ നിലവിൽ നമുക്ക് അതിന് എഞ്ചിനൊക്കെ ഇറക്കിയിട്ട് ചേസ് വീല് മാത്രം അതൊന്ന് നിർത്തിയിട്ട് ചേസ് പെയിൻറ്റ് ചെയ്യണം. കാരണം അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് റേറ്റിൽ കുറച്ച് നമുക്ക് എമൗണ്ട് കുറയ്ക്കാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഈ ചേസിൻ്റെ ഇതിവിടെ വരുമ്പോൾ അതിൻ്റെ സ്റ്റോപ്പർ ഒടിഞ്ഞു പോയിട്ടുണ്ട് ഈ സൈഡിൽ നിന്ന്. അപ്പോൾ അതൊക്കെ ഒന്ന് വെൽഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ചേസും 1-2 വെൽഡിങ് അവിടെ ഇവിടെ ആയിട്ട് ചെയ്യാനുണ്ട്. പിന്നെ ഓൾറെഡി സൈലൻസർ വെൽഡ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഇതേപോലെ അഴിച്ചിട്ടാണ് പെയിൻറ്റ് ചെയ്യണം കേട്ടോ. ഫുള്ള് അഴിച്ച് പെയിൻറ്റ് ചെയ്യാനുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഹാൻഡിലിൻ്റെ ഫ്രണ്ടിൽ വരുന്ന ഈ കവറ്, അതായത് വൈസർ എന്ന് പറയും, അത് ഇവിടെ പൊട്ടിയിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളത് മാറ്റുന്നുണ്ട് കേട്ടോ. കമ്പനി ആയിട്ടല്ല പെയിൻറ്റ് ചെയ്യുന്നത്. റേറ്റ് മാക്സിമം കുറയ്ക്കണം എന്നാണ് കസ്റ്റമർ പറഞ്ഞത്. അപ്പോൾ അതും പ്രകാരം വെച്ച് സായി എന്ന് പറഞ്ഞൊരു കമ്പനിയായിട്ടാണ് ഐറ്റം വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വർക്കുകളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഹാൻഡിൽ ബാർ ഓൾറെഡി ടെസ്റ്റിനൊക്കെ വരുമ്പോൾ ഒരു പ്രോബ്ലം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളോട് അത് മാറ്റണ്ടെന്ന് പറഞ്ഞത് കൊണ്ട് നമ്മളത് അഴിക്കണില്ല, അതൊന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞാണ്. അതും പ്രകാരം നമ്മൾ അതങ്ങനെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് കേട്ടോ. അത് കസ്റ്റമറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. പിന്നെ അതേപോലെ തന്നെ ടയർ, ഈ പറഞ്ഞ രീതിയുടെ ബാക്ക് ടയർ നമുക്ക് മാറ്റാനുണ്ട്. അത് ഓൾറെഡി പാർട്ടി സപ്ലൈ ചെയ്തോളൂ. പിന്നെ അതേപോലെ ഫ്രണ്ടിലത്തെയും തീരെ മോശമാണ്. അപ്പോൾ തൽക്കാലം നിലനിർത്താൻ പറഞ്ഞതും പ്രകാരം അത് മാക്സിമം കോസ്റ്റ് കുറച്ച് ചെയ്യുക, എന്നാൽ നല്ല രീതിയിൽ പെയിൻറ്റിങ്ങിൻ്റെ കണ്ടീഷൻ നല്ല രീതിയിൽ ചെയ്യണമെന്ന് പറഞ്ഞതും പ്രകാരം പരമാവധി നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഫുള്ളായിട്ട് അഴിച്ചിട്ട് ചെയ്യുന്നുണ്ട്. ഇത് ശരിക്കും ചെയ്യണത് ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. ഫുള്ളായിട്ട് പീസാക്കിയിട്ട് നമ്മൾ മൊത്തത്തിൽ റീസെറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഈ ഹാൻഡിലിൻ്റെ ഇവിടുത്തെ ബെയറിങ് കാര്യങ്ങളൊക്കെ മാറ്റണം. ഫ്രണ്ട് ഫോർക്ക് കഴിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഓയിൽ വിത്ത് ഓയിൽസിൽ കാര്യങ്ങളൊക്കെ മാറ്റും. അപ്പോൾ ശരിക്കും പുതിയ വണ്ടി ഒരു ഫിറ്റ് ചെയ്യുന്ന അതേ ഒരു ഫീലിൽ നമുക്ക് കിട്ടും വണ്ടി. അങ്ങനെയാണ് ശരിക്കും പെയിൻറ്റ് ടെസ്റ്റ് വർക്കൊക്കെ ചെയ്യുമ്പോൾ പെയിൻറ്റ് ചെയ്ത് വരേണ്ടത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് റേറ്റൊക്കെ ഇച്ചിരി കയറി വരും. പക്ഷെ എന്നാലും വണ്ടി നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് കൊണ്ടുനടക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുവരെയുള്ള കംപ്ലയിൻറ്റ് അങ്ങനെയായിരുന്നു. റീഫ്രഷ് ചെയ്ത് ഫുൾ ക്ലിയർ ആയിട്ടുള്ള വണ്ടിയായിട്ട് നമുക്ക് കിട്ടുമായിരുന്നു. അപ്പം നിലവിൽ വേറെ ഒന്നുമില്ല. എഞ്ചിൻ സംബന്ധമായിട്ടുള്ള വേറെ വർക്കുകളൊന്നും ചെയ്യണില്ല. ചെയിൻ സ്പോക്കറ്റ് കാര്യങ്ങളൊന്നും വേറെ മാറ്റുന്നില്ല. ഫ്രണ്ട് ഫോർക്ക് വിത്ത് ഓയിൽസിലെ കാര്യങ്ങൾ മാറ്റണില്ല. കോൺസെപ്റ്റ് കാര്യങ്ങളൊന്നും തന്നെ ചെയ്യണില്ല. അത്യാവശ്യം വേണ്ട ഈ വർക്കുകൾ മാത്രമാണ് പറഞ്ഞേക്കുന്നത്. അതും പ്രകാരം മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ.